जयो कुंज बिहारी जय गोपी जनवल्लभ जयो गिरिवरधारी जय गोपी जनवल्लभ जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुना तीरचारी जयो कुंज बिहारी जय राधा माधव जयो कुंज बिहारी जय राधा माधव जयो कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण। हरे कृष्ण ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरोन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने नमः। ॐ आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 24 വരെ എടുത്തത്. ഇനി 25ാമത്തെ ശ്ലോകം. തദിത്യേനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തെ മോക്ഷകാംക്ഷിഭിർ. ഫലോദ്ദേശം കൂടാതെ തത്ത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം ഒരാൾ പലതരത്തിലുള്ള യജ്ഞങ്ങളും ദാനവും തപസ്സും ഒക്കെ ചെയ്യേണ്ടത്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം.
നമ്മളെ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ ഓം തത് സത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പൂർണ്ണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ പറയുന്നു, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മളെ കർമ്മഫലത്തില് ആഗ്രഹമില്ലാതെ വേണം ചെയ്യാനായിട്ട്. അതായത് ഫലാസക്തി കൂടാതെ വേണം നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യാൻ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രവൃത്തി വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ, യജ്ഞങ്ങള് ദാനമായാലും തപസ്സുകളൊക്കെ ആയാലും ഫലോദ്ദേശം കൂടാതെ വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മള് ആധ്യാത്മികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഭൗതികതയിൽ നിന്നും മുക്തി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ്. അപ്പം നമ്മൾ കർമ്മഫലത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുക്തി കിട്ടില്ല, വീണ്ടും ഇവിടെ തന്നെ കുടുങ്ങി കിടക്കുകയേ ഉള്ളൂ. അതുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള റിസൾട്ടും പ്രതീക്ഷിക്കാതെ ഫലത്തിൽ ആഗ്രഹമില്ലാതെ വേണം നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അതായത് ഭൗതികതയിൽ നിന്ന് പുറത്തു കടക്കുക. അപ്പൊ ആധ്യാത്മികമായിട്ട് നേട്ടം കൈവരിക്കുന്നവര് ഒരിക്കലും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തികളിലും ഏർപ്പെടാൻ പാടില്ല. കാരണം എന്താണ്? ആധ്യാത്മിക ലോകത്തിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് ഓരോ ജീവാത്മാവിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഈ ഭൗതിക ലോകത്തിലേക്ക് അയച്ചത്. അപ്പൊ നമ്മൾ വീണ്ടും ഭൗതികമായിട്ട് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയാൽ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും വീണ്ടും കുടുങ്ങി കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർമ്മഫലത്തിൽ എന്നീ ശ്ലോകത്തില് പറയുന്നത്. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യത്തെ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥയുജ്യത്തെ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യത്തെ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയത്തെ. അപ്പം നമ്മള് ഭക്തി പുരസ്സരം വേണം എന്തു പ്രവൃത്തികളും ചെയ്യാനും. അപ്പം അത് സത്ത് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു. സത്ത് എന്ന് പറഞ്ഞാല് നിരപേക്ഷ തത്വം, അതായത് ഭഗവാൻ. ആ ഭഗവാനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ ഭക്തിപൂർവമായിട്ട് ചെയ്യുന്ന എന്തു പ്രവർത്തനങ്ങളിലും. ആ തരത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നവനെയും സത്ത് എന്ന് പറയും. കുന്തിപുത്ര, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റു പ്രവൃത്തികളെ പോലെ യജ്ഞദാന തപ കർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നവയാണ്. അപ്പൊ നമ്മൾ എന്തു പ്രവൃത്തി ചെയ്താലും ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുക, എങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ. നമുക്കറിയാം നമ്മളൊന്നും പൂർണ്ണരല്ല, നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്, കണ്ടീഷൻ സോൾസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും അപൂർണമായിരിക്കും. നമ്മൾ യജ്ഞങ്ങൾ ചെയ്താലും ദാനങ്ങൾ ചെയ്താലും തപശ്ചര്യകൾ ചെയ്താലും എല്ലാം തന്നെ അപൂർണമാണ്. അതുപോലെ തന്നെ ഈ കാലത്ത് കിട്ടുന്ന യജ്ഞ സാമഗ്രികൾ, അതുപോലെ യജ്ഞം ചെയ്യാൻ അറിയാവുന്നവരാരാണുള്ളത്? ഇല്ല. ശരിയായിട്ട് യജ്ഞത്തെ പറ്റി വിവരമുള്ളവർ ഈ കലിയുഗത്തിൽ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും അതെല്ലാം അപൂർണമാവുകയുള്ളൂ. പ്രശസ്തേ കർമ്മണി, വിധി വിഹിത കർമ്മങ്ങൾ എന്ന വാക്കുകൾ വേദസാഹിത്യങ്ങൾ ഗർഭധാനം മുതൽ മരണം വരെ മനുഷ്യ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന സംസ്കാര ക്രിയകളെ സൂചിപ്പിക്കുന്നു. അതായത് 16 സംസ്കാരങ്ങളുണ്ട്. ഷോഡശ സംസ്കാരം എന്ന് പറയും. അതായത് നമ്മള് വിവാഹം മുതൽ തുടങ്ങും, നമ്മളുടെ ഗർഭാധാന സംസ്കാരം മുതൽ നമ്മളുടെ അന്ത്യ സംസ്കാരം വരെ 16 തരത്തിലുള്ള വിവിധ രീതിയിലുള്ള സംസ്കാരങ്ങളുണ്ട്. ഈ സംസ്കാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മളുടെ ഹൃദയം ശുദ്ധമാകും, നമ്മള് ശുദ്ധമാകും. അപ്പം ശുദ്ധമായ ഹൃദയം കൊണ്ട് ചെയ്യുന്ന, ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ ഫലം കിട്ടുള്ളൂ. അതായത് നമ്മള് ശുദ്ധ സത്വത്തിൽ സ്ഥിതി ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഗർഭാധാന സംസ്കാരം ചെയ്തുണ്ടാകുന്ന ഒരു ശിശു എന്ന് പറയുന്നത്, ആ ശിശു ഭക്തനായിരിക്കും. ആ ശിശുവിന്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പോയിരിക്കും. പിന്നീട് ജനനം മുതൽ പലതരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. അതെല്ലാം ചെയ്തു കഴിയുമ്പോഴേക്കും തീർത്തും നമ്മളുടെ ഹൃദയം ശുദ്ധമാവുകയാണ് ചെയ്യുക. അങ്ങനെ പരിശുദ്ധമായ ഹൃദയത്തിലെ ആര് വസിക്കുള്ളൂ? ഭഗവാൻ വസിക്കുള്ളൂ. ആ പരിശുദ്ധമായ ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ ഉള്ളിലെ നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഹൃദയ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ആ മാലിന്യങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ
ഇതുപോലുള്ള സംസ്കാരങ്ങൾ ചെയ്യണം. ഇത് പണ്ട് കാലത്ത് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ ഇത് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്നുള്ളവരൊക്കെ എന്താണ്, സാത്വികരായിട്ടാണ് എല്ലാവരും തന്നെ. അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് സാത്വികമാണ്. കൃഷ്ണാവബോധത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ സാത്വിക തലത്തിലാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓം തത്സത് എന്ന് ഉച്ചരിക്കുകയും വേണം എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ അന്തിമ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് ജനന മരണമാകുന്ന ചക്രത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാനാണ് പരമസത്യം. ആ ഭഗവാന് വേണ്ടി ചെയ്യുന്നതൊക്കെ എന്തായിരിക്കണം? പരിശുദ്ധമായ ഹൃദയത്തോടെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ആ ഭഗവാന് കൊടുക്കേണ്ടുന്നതും എന്താണ്? പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് വേണം ഭഗവാൻ അത് കൊടുക്കാനായിട്ട്. ഭഗവാൻ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയശ്ചതി. ഭഗവാന് എന്തു കൊടുക്കും എന്നല്ല, എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. ഒരു ഗ്ലാസ്സില് തുളസിയിലിട്ടും വെള്ളം വെച്ച് കൊടുത്താലും ഭഗവാൻ അത് ഇഷ്ടമാണ്. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം? നമ്മൾ ഭക്തിയോടെ കൊടുക്കണം, വാത്സല്യത്തോടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ ഹൃദയം ശുദ്ധമായെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തില് വസിക്കുകയുള്ളൂ. ഹരിഭക്തി വിലാസത്തിൽ പറയുന്നുണ്ട്, അഥ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയത് സേവോന്മുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്ഫൂർത്തേഹ. അതായത് നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്ത് കുറെ കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് നീങ്ങും. അതായത് അതോ ശ്രദ്ധ, ഭജനക്രിയ, അനർത്ഥ നിവർത്തി, സാധുസംഘ, പിന്നെ നിഷ്ഠ, രുചി, ആസക്തി, ഇതെല്ലാം വരും. ആ തലത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഇങ്ങനെ ഒന്നൊന്നായിട്ട് നമ്മൾ 8 പടികൾ കയറണം. 8 പടികൾ കയറിയെങ്കിൽ മാത്രമേ നമ്മളുടെ ഹൃദയം ശുദ്ധമാവുകയുള്ളൂ. അങ്ങനെയുള്ള ശുദ്ധമായ ഹൃദയം കൊണ്ട് ഭഗവാന് കൊടുക്കുന്നത് എന്തോ, നമ്മൾ തിരുനാമം ജപിച്ചാലും നമ്മൾ ചെയ്യുന്ന സേവനങ്ങളാണെങ്കിലും ഒക്കെ ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങണം. അങ്ങനെ മാലിന്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹൃദയത്തിലെ ഭഗവാൻ വന്ന് വസിക്കും. അപ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളില് വെളിവാകുന്നത്. പക്ഷെ നമ്മൾ ആ തലം വരെ എത്തണം. അത് ഉടനടി ഒന്നും സാധിക്കില്ല. ഇങ്ങനെ സേവനം ചെയ്ത് നമ്മൾ ശുദ്ധമാകും തോറും നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനങ്ങൾ നമുക്ക് വെളിവാക്കി കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ഓം തത് സത് ഉച്ചരിക്കണം. കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയിട്ട്, ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് എന്നെപ്പോഴും നമ്മളുടെ അവബോധത്തിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമ്മൾ ഒരിക്കലും റിസൾട്ട് ആഗ്രഹിക്കില്ല. ഭഗവാന്റെ സന്തുഷ്ടിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെ പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ ഇതിന് സാത്വികമായ തലത്തിൽ എത്തിച്ചേരണം. അപ്പൊ സാത്വികമായ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളിനെയാണ് എന്തു പറയുന്നത്? നമ്മൾ സാധു എന്ന് പറയുന്നത്. അപ്പൊ സാധുക്കളാകണമെങ്കിൽ നമ്മൾ ഈ ഭക്തന്മാരുടെ സംഘത്തിൽ ഇരിക്കണം. വൈഷ്ണവ അസോസിയേഷൻ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് നീങ്ങിക്കിട്ടും. അപ്പൊ ഭക്തന്മാരുടെ സംഘത്തിന്, അസോസിയേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. സാധുസംഘ ലവമാത്ര സാധുസംഘ സർവസാധ്യ ഹോയ്. ചൈതന്യ ചരിതാമൃതത്തില് പറയുന്നുണ്ട്. ഭക്തന്മാരുടെ സംഘം എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ശ്ലോകം ഉച്ചരിക്കുന്നുണ്ട്. 3-ാം സ്കന്ധത്തിലെ 25 എന്ന് പറയുന്ന ശ്ലോകം. സദാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണ രസായനം കഥ തജ്ജോഷണാദശ്ച അപവർഗവത്മനി ശ്രദ്ധാരതിർ ഭക്തിർ അനുക്രമിഷ്യതി. അതായത് നമ്മള് ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ പ്രകീർത്തിക്കുകയും ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ള ശുദ്ധമാകുന്നു. അങ്ങനെ ശുദ്ധമാകുന്ന ഹൃദയത്തിലാണ് ഭഗവാൻ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം തരുന്നത്. അത് തന്നെയുമല്ല, അങ്ങനെ ഇരുന്ന് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ കാതുകൾക്കും നമ്മളുടെ ഹൃദയത്തിനും അത് വളരെയധികം സംതൃപ്തി നൽകുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ ഇത് നമ്മളുടെ ഒരു ഹാബിറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവത് വിജ്ഞാനം കിട്ടും. നമുക്ക് ആ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഭക്തിയുടെ സേവനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പം സദ്ഭാവേ സാധുഭാവേ എന്നീ വാക്കുകള് ആധ്യാത്മിക അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കൃഷ്ണാവബോധപൂർവമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ സാത്വികമാണ്. അപ്പൊ കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നവരും സാത്വികമായിട്ടുള്ള തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളെ പറ്റി അറിവുള്ളവരും ആരാണ്? സാധുക്കളാണ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ, അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെളിവാക്കപ്പെടുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സദാപ്രസംഗ എന്ന് പറഞ്ഞാല് സാധുക്കളുടെ മുഖത്ത് നിന്നും നമ്മള് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ദീക്ഷാ സമയത്തും പൂർണ്ണനൂൽ ധരിക്കുമ്പോഴൊക്കെ നമ്മൾ ഓം തത് സത് എന്ന മന്ത്രം ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ഭഗവാന് വേണ്ടി ആഹാരം പാകം ചെയ്യുമ്പോഴും നമ്മൾ ഓം തത് സത് എന്ന് ഉച്ചരിക്കണം. അതുപോലെ നമ്മൾ ഭക്തരുടെ ഗൃഹങ്ങളിലെ എന്ത് സൽപ്രവർത്തികൾ നടന്നാലും നമ്മളെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഇത് എനിക്ക് വേണ്ടി സന്തുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ വരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് പൂർണ്ണമാകുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഏത് പ്രവൃത്തികൾ ചെയ്താലും നമ്മൾ ഭഗവാന്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുക, ഭഗവാനെ മുൻനിർത്തി ആ പ്രവൃത്തികളിൽ ഏർപ്പെടുക എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭഗവാന്റെ ചരിതങ്ങൾ കീർത്തിക്കുന്നത് ഉൾപ്പെടെ തദർത്ഥ്യം എന്ന വാക്കാൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതിന് മുൻ ശ്ലോകങ്ങളിലും ഓം നമോ ഭഗവതേ വാസുദേവ ഉച്ചരിക്കാം. അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രം ഉച്ചരിക്കാം, ഓം തത് സത് ഉച്ചരിക്കാം. അതുപോലെ തന്നെ തദർത്ഥ്യം എന്ന് പറഞ്ഞാലും ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പം എല്ലാ കർമ്മങ്ങളും പരിപൂർണമാകണമെങ്കിൽ നമ്മൾ ഭഗവാനെ മുൻനിർത്തിയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരിക്കലും പരിപൂർണം ആവില്ല. ഇങ്ങനെ പല വിധത്തിലും ഓം തത് സത് എന്നീ മഹത്തായ വാക്കുകൾ നമ്മൾ മന്ത്രിക്കണം. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ജയത് അസദിത്യുച്യതേ പാർത്ഥ നച തത്പ്രേത്യനോ ഇഹ. പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും അസത്ത് എന്ന് പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ്. ഇനി നമ്മളെ ഓം തത് സത് അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ചെയ്താൽ മാത്രം പോരാ, നമുക്കതിലെ പരിപൂർണമായിട്ടും വിശ്വാസം ഉണ്ടാവണം. ഭഗവാനില് നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം. ഇല്ലെങ്കിലോ ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഫലം കിട്ടില്ല. അതായത് അതൊക്കെ താൽക്കാലികമാണ്. അതിൽ വിജയം നമ്മൾ കൈവരിക്കാന് നമുക്ക് സാധിക്കില്ല. ഭഗവാൻ അതുകൊണ്ട് ഒരിക്കലും തൃപ്തനാവുകയും ഇല്ല. അങ്ങനെയുള്ളതിനെ അസത്ത് എന്നാണ് പറയുന്നത്. സത്ത് എന്നല്ല പറയുക, അസത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ക്ഷണികങ്ങളാണ്, താൽക്കാലികമാണ് എന്ന് പറയുന്നുണ്ട്. അത് ഈ ഭൗതിക ലോകത്തിലും മറ്റു ലോകങ്ങളിലും ഒന്നും നമുക്ക് പ്രയോജനം കിട്ടുന്ന പ്രവൃത്തികളായിരിക്കില്ല ഇങ്ങനെ ചെയ്യുന്നതൊന്നും. ഇതൊക്കെ അപൂർണമായിരിക്കും. നമ്മളുടെ വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം തന്നെ അപൂർണമായിരിക്കും. ആധ്യാത്മികമായ ഒരു ലക്ഷ്യമില്ലാതെ ചെയ്യപ്പെടുന്നതെന്തും യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഒക്കെ നിഷ്പ്രയോജനങ്ങളാണ്. ഇതെല്ലാം നീച പ്രവൃത്തികളാണ്, തമോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ നമ്മളെ ശ്രദ്ധയോടെ ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ സാത്വികമാവുകയുള്ളൂ. ഭക്തര് സാത്വികമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് സാത്വികമായിട്ടുള്ള പ്രവൃത്തികൾ വേണം ചെയ്യാനായിട്ട്. കൃഷ്ണാവബോധത്തോടെ പരമപുരുഷന് വേണ്ടി അനുഷ്ഠിക്കപ്പെടണം. ഏത് കർമ്മവും വിശ്വാസമില്ലാതെയും ശരിയായ നിർദ്ദേശം അനുസരിച്ചല്ലാതെയും ചെയ്യുന്നതിന് പ്രയോജനം കിട്ടില്ല, അത് സാഫല്യത്തിൽ എത്തില്ല. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം ഭഗവാനിൽ വിശ്വസിക്കണമെന്ന് ഉപദേശിക്കുന്നു. വേദവിഹിതങ്ങളായ കർമ്മങ്ങളുടെ എല്ലാം പരമലക്ഷ്യം എന്താണ്? ഭഗവാന്റെ സന്തുഷ്ടി. അതാണ് ലക്ഷ്യം വെക്കുന്നത്, ഭഗവാനെ മനസ്സിലാക്കുക. വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പം ഇതൊന്നും അനുസരിക്കാത്തവർക്ക് ഒരിക്കലും വിജയം കൈവരിക്കാന് സാധിക്കില്ല. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ആചാര്യനെ മാർഗദർശിയാക്കിക്കൊണ്ട് ആദ്യം മുതൽക്ക് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു വരികയാണ് ഉത്തമം. ഇതാണ് വിജയത്തിലേക്കുള്ള വഴി. അപ്പൊ ബദ്ധമായ അവസ്ഥയിൽപ്പെട്ടിരിക്കെ മനുഷ്യർ ദേവന്മാരെയോ പ്രേതങ്ങളെയോ കുബേരാദികളായ യക്ഷന്മാരെയോ ആരാധിക്കാൻ ആഗ്രഹിക്കും. കാരണം എന്താ? ബദ്ധാത്മാക്കൾക്ക് ഏത് തരത്തിലാണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കുക, അതിനുവേണ്ടി അവരെ ഏത് വഴിയും സ്വീകരിക്കും. നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ്, ഇതെല്ലാം തന്നെ തമോ ഗുണത്തിലുള്ള ആരാധനകളാണ്. അപ്പം തമോ ഗുണത്തിൽ നിന്ന് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് തമോ ഗുണമുണ്ട്. അപ്പം നമ്മള് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലെത്തി അവിടെ നിന്ന് നമ്മള് സാത്വിക തലത്തിലേക്ക് എത്തിച്ചേരണം. അതാണ് ഈ അധ്യായം ലക്ഷ്യം വെക്കുന്നത്. നേരിട്ട് കൃഷ്ണാവബോധത്തിൽ എത്തുന്നവരാണെങ്കിൽ ത്രിഗുണങ്ങൾക്ക് അതീതരാണ്. അവർക്ക് ക്രമേണ ഉത്കർഷം പ്രാപിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ കൂടി ശുദ്ധഭക്തരുമായുള്ള സമ്പർക്കത്താൽ നേരിട്ട് കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്ന ഈ മാർഗമാണ് ഉത്തമം. അപ്പൊ എങ്ങനെ നോക്കിയാലും എല്ലാ അധ്യായങ്ങളിലും ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണ്? കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യുക. അതായത് ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചിട്ട് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുക. അതാണ് സുസുഖം കർത്തും അവ്യയം, ഭഗവാനെ പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ ഓരോ അധ്യായങ്ങളും പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം. അപ്പൊ ഈ വഴിക്ക് വിജയം നേടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഉത്തമനായിട്ടുള്ള ഒരു ആധ്യാത്മിക ആചാര്യനെ, അതായത് ബോണഫിഡെ സ്പിരിച്വൽ മാസ്റ്റർ, പരമ്പരയിൽ പെടുന്ന ഒരു ആചാര്യനെ നമ്മൾ സ്വീകരിക്കണം. ആ ആചാര്യന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകണം. ശരിയായ ഒരു ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് പരിശീലനം നേടണം. അങ്ങനെ ക്രമേണ ഭഗവാനിലെ വിശ്വാസം ഉറയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ഭക്തിയിലെ പരിപക്വമായ ദശയിൽ നമുക്ക് ആ തലത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നു. നമുക്കതിൽ വിജയിക്കാനും അവസാനം നമുക്ക് ആ ഭഗവത് പ്രേമം കിട്ടാനും ഇത് സഹായിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി മുകളിലെത്താം, ഇല്ലേ? നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരും, ഇല്ലേ? അതേസമയം ലിഫ്റ്റിൽ കയറിയാലോ ഒറ്റയടിക്ക് നമുക്ക് മുകളിലെത്താൻ സാധിക്കും, എളുപ്പവുമാണ്, അവിടെ ആയാസം വരുന്നില്ല. അതുപോലെയാണ് കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗമാണ്. അത് ഭഗവാനെ പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. മറ്റേതൊക്കെയാണെങ്കിലും മറ്റേത് ഏത് വഴി പോയാലും, ജ്ഞാനമാർഗമായാലും ഉപാസനാകാന്ഡങ്ങളായാലും കർമ്മകാന്ഡത്തിൽ കൂടി പോയാലും എല്ലാം തന്നെ അതെല്ലാം വളരെയധികം സമയമെടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ധാരാളം തടസ്സങ്ങൾ വരും. അത് നമുക്ക് വിജയകരമായിട്ട് അത് പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മളുടെ എല്ലാം ലക്ഷ്യം എന്താണ്? ഭഗവത് പ്രേമം കിട്ടുക, പ്രേമഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരുക. അപ്പൊ അതിന് സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കൃഷ്ണാവബോധത്തിൽ വന്ന ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാല് നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. അപ്പൊ നേരിട്ട് കൃഷ്ണാവബോധത്തിലേക്ക് നീങ്ങുക എന്നതാണ് ഈ 17-ാം അധ്യായത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഈ അധ്യായം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ 17-ാം അധ്യായം പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മള് എല്ലാം ഈ 2-3 അധ്യായങ്ങളിൽ നമ്മൾ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു, ഇല്ലേ? നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാല് നമ്മള് ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള സംഘം കാരണം നമ്മൾ ത്രിഗുണങ്ങളുടെ ബന്ധനത്തില് അകപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ ഭക്തി പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മോചിതരാവാന് നമുക്ക് സാധിക്കും. ഭഗവാൻ പറയുന്നുണ്ട്, ദേവി ഹേഷ ഗുണമയി മമ മായ ദുരത്യേയ മാമേവമേ പ്രപദ്യന്റെ മായാമേതാം തരന്തിത്തെ. ഭഗവാന്റെ തന്നെ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാന് നമ്മൾ പരിപൂർണമായിട്ട് സമർപ്പിതരായി കഴിഞ്ഞാല് മായ നമ്മളെ ഒരു തരത്തിലും പിടികൂടില്ല. അപ്പം നമ്മളെ അധ്യായത്തിലെ ത്രിഗുണങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ത്രിഗുണങ്ങള് സ്വാധീനിക്കുന്നുണ്ട്. അത് യജ്ഞമായാലും ദാനമായാലും തപശ്ചര്യകളായാലും, അതായത് മനസ്സ വാച കർമ്മണ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ എല്ലാം തന്നെ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തില് പെടുന്നുണ്ട്.
അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധയുടെ 3 വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു. സാത്വികമായിട്ടുള്ള ശ്രദ്ധ, രാജസികമായിട്ടുള്ള ശ്രദ്ധ, താമസികമായിട്ടുള്ള ശ്രദ്ധ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. നമ്മളെ എല്ലാവരുടെയും ഉള്ളിലെ ഈ 3 ഗുണങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം വിട്ട് നമ്മൾ സാത്വികമായിട്ടുള്ള തലത്തിൽ എത്തിച്ചേരണം. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. എന്നിട്ട് അവിടെ നിന്നും നമ്മൾ ശുദ്ധ സത്വത്തിലേക്ക് കടക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും റിസൾട്ട് പ്രതീക്ഷിക്കാതെ ചെയ്യണം. ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്താലും ഓം തത് സത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ചെയ്യണം. അത് റിസൾട്ട് എനിക്കല്ല, ഞാൻ കർമ്മഫലത്തിൽ ആഗ്രഹം വെച്ച് പുലർത്തിയല്ല ഇത് ചെയ്യുന്നത്, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു എന്നാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം തത് സത്. ഇതൊക്കെ ഉച്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും എന്നെ ബാധിക്കില്ല, അതിന്റെ റിസൾട്ട് എനിക്ക് വേണ്ട, എനിക്കിതിൽ ആഗ്രഹം ഇല്ല, ഇത് ഭഗവാന് പരിപൂർണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നാണ് ഇങ്ങനെ ഉച്ചരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് നമ്മൾ ദാനത്തെ കുറിച്ച് പഠിച്ചു. സാത്വികമായിട്ടുള്ള ദാനമാണ് ശ്രേഷ്ഠം. ദാനം കൊടുക്കുന്നത് അതിന് അർഹതയുള്ളവർക്ക് വേണം കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് തീരും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് യഥാസമയം യഥാകാലത്ത് ആ പാത്രം, അതായത് അനുയോജ്യമായവർക്ക് വേണം നമ്മൾ ദാനം ചെയ്യാൻ. അതുപോലെ തന്നെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യണമെന്നും നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് സാത്വികമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ അവലംബിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ സാത്വികത വളർന്നു വരും, നമ്മളുടെ അവബോധം സാത്വിക തലത്തിലായിരിക്കും. അങ്ങനെ നമുക്ക് വളരെ വേഗം ആ ശുദ്ധ സത്വത്തിലേക്ക് കടക്കാനും നമുക്ക് സാധിക്കും എന്ന് നമ്മൾ കണ്ടു. പിന്നീട് കാരണം എന്താണ്? ഈ ശരീരം തന്നത് ആരാണ്? ഉണ്ടാക്കിയത് ഭഗവാനാണ്. അപ്പം ഭഗവാൻ അറിയാം നമ്മൾ എന്തൊക്കെ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് ഭഗവാൻ അറിയാം. അതിനനുസരിച്ചിട്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ആഹാര രീതികൾ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഭക്തിയുടെ സേവന പാതയിൽ വളരെ വേഗം നമുക്ക് മുന്നോട്ട് പോകാന് സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് തരളമായിരിക്കണം, സരളമായിരിക്കണം. തരളം എന്ന് പറഞ്ഞാല് ഗ്രേവിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ആ ഗ്രേവിയുള്ള ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതില് ജലാംശം ഉണ്ടാകും. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന് പരിഹരിക്കാൻ ആ ഭക്ഷണം നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ജലം കുടിക്കുകയും വേണം. പിന്നെ സരളമായിരിക്കണം എന്ന് വെച്ചാൽ അധികം എരിവ്, പുളി ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം, ആയുസ് വർദ്ധിപ്പിക്കുന്നതായിരിക്കണം, ആരോഗ്യം തരുന്നതായിരിക്കണം, നമ്മളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ ഭക്ഷിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ തമോ ഗുണികളാവരുത്. തമോ ഗുണത്തിലുള്ള ഒരു പ്രവൃത്തികളിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. മനസ്സാ വാച കർമ്മണ നമ്മൾ തമോ ഗുണത്തിൽ നിന്ന് ഉയർന്ന് രജോ ഗുണത്തിലെത്തി സത്വ ഗുണത്തിൽ സ്ഥിതി ചെയ്യണം എന്ന് നമ്മളെ അധ്യായത്തിൽ കൂടി മനസ്സിലാക്കി. ഹരേ കൃഷ്ണ. അധ്യായം ഏകദേശമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് 18-ാം അധ്യായമാണ്. 18-ാം അധ്യായത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ വെള്ളിയാഴ്ച ഗൗരപൂർണിമയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവ ദിവസമാണ്. ചൈതന്യ മഹാപ്രഭു കാരണമാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാനും തിരുനാമത്തെ കുറിച്ച് നമുക്കറിയാനും എല്ലാം ഇടയായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ടാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇത് ഗോലോകത്തിലെ മന്ത്രമാണ്. അവിടെ എല്ലാവരും ഈ മന്ത്രമാണ് ഉച്ചരിക്കുന്നത്. ആ മന്ത്രം നമുക്ക് കിട്ടിയത് മഹാപ്രഭുവിന്റെ ദയ കൊണ്ടാണ്. കൊണ്ടാണ് നമ്മൾ മഹാപ്രഭുവിനെ നമോ മഹാവധന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നെ ഗൗരതിഷേ നമഃ. നമോ മഹാവധന്യായ, അങ്ങേയറ്റം ദയാലുവാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത്. മഹാപ്രഭുവിന്റെ അത്രയും കാരുണ്യം വേറെ ആർക്കുമില്ല. മഹാപ്രഭു അവതരിച്ച സമയത്ത് ആരൊക്കെ പക്ഷിമൃഗാദികളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എത്ര നീച്ച ജന്മമായിക്കോട്ടെ, ആരൊക്കെ മഹാപ്രഭുവിന്റെ മുന്നിൽ വന്നു പെട്ടോ മഹാപ്രഭു അവർക്കെല്ലാം മേഴ്സി അളവില്ലാതെ വാരി കോരി കൊടുക്കുകയാണ് ചെയ്തത്. അവർക്കെല്ലാം രക്ഷപ്പെടാൻ സാധിച്ചു.
അത്രയ്ക്ക് കരുണാമയനാണ്. ഭഗവാൻ പറയുന്നുണ്ട് സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. പക്ഷേ മഹാപ്രഭു ഒരു കണ്ടീഷനും വെക്കുന്നില്ല. മഹാപ്രഭു നമ്മളുടെ ഉള്ളിലുള്ള പാപങ്ങളോ പുണ്യങ്ങളോ ഇതൊന്നും നോക്കാതെയാണ് ഓരോ ജീവാത്മാക്കളെയും മഹാപ്രഭു രക്ഷപ്പെടുത്തിയത്. അത്രയ്ക്ക് കരുണാ അവതാരമാണ് ആരുടേത്? മഹാപ്രഭുവിൻ്റെത്. അപ്പൊ ഇന്ന് നമുക്ക് ഗൗരപൂർണിമയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തതാണ്. അപ്പൊ ഇന്ന് നമുക്ക് നവദ്വീപ് ധാമം എങ്ങനെ പ്രകടമായി നിങ്ങൾക്കറിയാം എങ്കിലും നവദ്വീപിനെ കുറിച്ച് ആ പേര് ഉച്ചരിച്ചാൽ തന്നെ നമ്മളുടെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. ഇത് മായാപൂരിലെ പുരുഷോത്തം മഹാരാജ് നവദ്വീപ് മണ്ഡല പരിക്രമ എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ടത്. നവദ്വീപ് ധാമ പരിക്രമ മണ്ഡല എന്ന് പറഞ്ഞ വലിയൊരു ബുക്കുണ്ട്. അതിന്റെ ചുരുങ്ങിയ രൂപമാണ് പുരുഷോത്തം മഹാരാജ് എഴുതിയത്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നവദ്വീപ് എങ്ങനെയാണ് ഉണ്ടായത് അത് കുറിച്ച് ശിവൻ പാർവതി മാതാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പാർവതി മാതാവ് ഒരു ദിവസം മഹാദേവനോട് ചോദിക്കുകയാണ്, ഈ നവദ്വീപ് എന്ന് പറയുന്ന ധാമ എന്താണ്, അതെങ്ങനെയാണ് പ്രകടമായത്, അതിന്റെ മഹത്വം എന്താണ് എന്ന്. ഇത് കേട്ടിട്ട് മഹാദേവന് വളരെയധികം സന്തോഷമായി. കാരണം എന്താണ്, മഹാദേവൻ വൈഷ്ണവനാണ്. ഭഗവാനെ കുറിച്ച് പറയാനും കേൾക്കാനും കിട്ടുന്ന അവസരങ്ങള് ഒരിക്കലും മഹാദേവന് പാഴാക്കില്ല. അപ്പം വളരെ സന്തോഷത്തോടെ പാർവതി മാതാവിനെ വർണ്ണിച്ചു കൊടുക്കുകയാണ് നവദ്വീപ് എങ്ങനെ പ്രകടമായി എന്ന്. അപ്പൊ മഹാദേവൻ പറയുന്നുണ്ട്, നവദ്വീപിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കണമെങ്കിൽ ആർക്കും സാധിക്കില്ല. 1000 നാവുള്ള അനന്തന് പോലും സാധിക്കില്ല, പിന്നാണോ ഈ 5 മുഖമുള്ള എനിക്ക് സാധിക്കുന്നത് എന്ന് പാർവതി മാതാവിനോട് ചോദിക്കുന്നുണ്ട്. അത്രയ്ക്കും മഹത്വമുണ്ട് നവദ്വീപ് ധാമിന്. അപ്പൊ ആദിശേഷന് പാതാളത്തിലിരുന്ന് നിരന്തരം ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ സന്തുഷ്ടനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് ആ ആദിശേഷന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, കൃഷ്ണൻ, ഞാന് കലിയുഗത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങ് എൻ്റെ സഹോദരനായിട്ട് നിത്യാനന്ദ പ്രഭുവായിട്ട് അങ്ങ് അവതരിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ആദിശേഷൻ ചോദിക്കും, ശരി ഞാൻ വരാം, പക്ഷെ ഞാൻ എവിടെ പ്രകടമാകും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അപ്പൊ ഈ നവദ്വീപ് എന്നൊരു ധാമുണ്ട്, അത് അപ്പോഴേക്കും അത് സൃഷ്ടിക്കും, അവിടെ അങ്ങ് പ്രകടമാകണം എന്ന്. എന്നിട്ട് ഗൗരകഥ പാടി പ്രചരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആദിശേഷന് ഗൗരകഥ പാടും. ആരുടെ? 2 പേരുടെ മുൻപില് പാടും. ഒന്ന് സനകാദി മുനികളുടെ മുൻപിലും പിന്നൊന്ന് മഹാദേവന്റെ മുൻപിലും. അപ്പൊ സനകാദി മുനികളുടെ മുൻപില് അനന്തശേഷന് ആ സനകാദി മുനികൾക്ക് ഗൗരകഥ പറഞ്ഞു കൊടുക്കും. അത് വ്യാസദേവൻ കേൾക്കും. വ്യാസദേവൻ അനന്തശേഷ സംഹിത എന്ന പേരിൽ അത് ഒരു ഗ്രന്ഥമായിട്ട് രചിക്കും. അനന്തശേഷ സംഹിതയില് നവദ്വീപിനെ കുറിച്ചൊക്കെ വളരെ വിപുലമായിട്ട് പറയുന്നുണ്ട്. ഓരോ ദ്വീപിന്റെയും മഹാത്മ്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പഞ്ചതത്വയുടെ ഒക്കെ മഹത്വങ്ങൾ അതില് പറയുന്നുണ്ട്. ഒരിക്കല് രാധാറാണി ഭഗവാനെ ഭോഗ് തയ്യാറാക്കി വെച്ചിട്ട് ഭഗവാനെ ആ ഭോഗ് സ്വീകരിക്കാനായിട്ട് വിളിക്കും. അപ്പം വിളിച്ചിട്ട് ഭഗവാൻ വരുന്നില്ല. ഭഗവാനെ അവിടെ എങ്ങും കാണാനില്ല. രാധാറാണി അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കും, പക്ഷെ എങ്ങും കാണില്ല. ഇങ്ങനെ അന്വേഷിച്ച് അവിടെയെല്ലാം നടന്നു ചെല്ലുമ്പോൾ ഭഗവാൻ എവിടെ ഇരിക്കുകയാണ്? ഭഗവാന് വിരജ എന്നൊരു ഗോപികയുമായിട്ടിരുന്ന് സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രാധാറാണിയുടെ സ്വഭാവം എന്താ വെച്ചാൽ, പെട്ടെന്ന് കാണുമ്പോൾ രാധാറാണി പെട്ടെന്ന് കുകുതയാകും. പക്ഷെ ഇത്തവണ രാധാറാണിക്ക് ദേഷ്യമൊന്നും വന്നില്ല. രാധാറാണി ചിന്തിച്ചു, ഈ കൃഷ്ണനെ എൻ്റെ അടുത്ത് തന്നെ നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വിരജ എന്ന ഗോപികയില് എന്നെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ആ ഗോപിയെ കാണണമെങ്കിൽ ആ ഗോപികയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം. അപ്പൊ എന്ത് പ്രത്യേകതയാണ് വിരജയിലുള്ളത് ഭഗവാനെ ഇത്രമാത്രം ആകർഷിക്കാനായിട്ട് എന്നാണ് രാധാറാണി ചിന്തിച്ചത്. അപ്പൊ ഭഗവാനെ എൻ്റെ സമീപത്ത് മാത്രം പിടിച്ചിരുത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്താലാണ് ഭഗവാനെ എൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്താൻ സാധിക്കാതെ വരിക? ഇങ്ങനെ ചിന്തിച്ചു. അതിന് അഷ്ടസഖികളുടെ സഹായവും തേടി. അപ്പൊ അവരെല്ലാവരും കൂടി ആലോചിച്ചു. ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് വനങ്ങളാണ്. വനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇരുന്ന് വനത്തിൽ ഇങ്ങനെ പശുക്കളെ മേയിച്ച് നടക്കുക, ഓടക്കുഴൽ വായിച്ച് നടക്കുക ഭഗവാൻ ഇഷ്ടമുള്ള പ്രവൃത്തിയാണ്. അപ്പം ഭഗവാനെ ആകർഷിക്കുന്ന തരത്തിൽ ഒരു വനം സൃഷ്ടിക്കുക.
അപ്പൊ രാധാറാണി മനസ്സുകൊണ്ട് പെട്ടെന്ന് തന്നെ രാധാറാണി അത് ആഗ്രഹിച്ചപ്പോഴേക്കും അവിടെ വനങ്ങള് പ്രത്യക്ഷമായി. അത് തന്നെയുമല്ല, അവിടെ ആ വനത്തിലെല്ലാം തന്നെ രാധാറാണിയും അഷ്ടസഖികളും കൂടിയിട്ട് പലതരത്തിലുള്ള വൃക്ഷലതാദികൾ അവിടെ വെച്ച് പിടിപ്പിച്ചു. മനോഹരമായിട്ടുള്ള വൃക്ഷങ്ങൾ അവിടെയെല്ലാം വെച്ച് പിടിപ്പിച്ചു. മനസ്സുകൊണ്ട് തന്നെ അവർ വിചാരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നടക്കും. നമ്മളെ പോലെ തൈ കൊണ്ടുവച്ച് അല്ലെങ്കിൽ വിത്ത് പാകി മുളപ്പിച്ച് കിളിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ അവിടെ വൃക്ഷങ്ങളൊക്കെ പ്രകടമായി. അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂക്കൾ തരുന്ന വൃക്ഷങ്ങൾ ഉണ്ടായി, പിന്നെ അരുവികൾ ഉണ്ടായി, തടാകങ്ങൾ ഉണ്ടായി, വള്ളിപ്പടർപ്പുകൾ ഉണ്ടായി. ഇവയെല്ലാം അങ്ങേയറ്റം ഭംഗിയുള്ളതും സുഗന്ധ പൂരിതവുമാണ്. പിന്നെ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പക്ഷികളെ സൃഷ്ടിച്ചു. മാന്, മുയല് തുടങ്ങിയ മൃഗങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ നല്ല മന്ദമാരുതൻ, ശുദ്ധമായി കിട്ടുന്ന നല്ല കുളിർ കാറ്റ് കിട്ടുന്ന കാറ്റിനെ സൃഷ്ടിച്ചു. ഇങ്ങനെ മനോഹരമാക്കിയ പ്രദേശം. അപ്പം ആരെയും ആകർഷിക്കുന്നതാണ്. അപ്പം എന്നിട്ട് അവിടെ ഇരുന്ന് രാധാറാണി നല്ല ഭംഗിയായിട്ട് വേഷം ധരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഓടക്കുഴൽ വായിച്ചു തുടങ്ങി. അപ്പം കൃഷ്ണന് മാത്രമല്ല ഓടക്കുഴൽ വായിക്കാൻ അറിയാം, കൃഷ്ണൻ രാധാറാണിയും ഓടക്കുഴൽ വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാറാണി അതിവിദഗ്ധമായിട്ട് മനോഹരമായിട്ട് ഓടക്കുഴൽ വായിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ കൃഷ്ണന്റെ ശ്രദ്ധ അവിടേക്ക് വന്നു. ഇതാരാണ് ഇത്ര ഭംഗിയായിട്ട് ഓടക്കുഴൽ ഈ സമയത്ത് വായിക്കുന്നത്? അപ്പൊ നോക്കിയപ്പോ രാധാറാണിയാണ്. ഈ വനവും കണ്ട്, നല്ല മനോഹരമായിട്ടുള്ള വനം, കൃഷ്ണൻ അവിടെ എത്തിച്ചേർന്നു. അപ്പൊ കൃഷ്ണന് മനസ്സിലായി, രാധാറാണി എന്നെ തളച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഭംഗിയായിട്ട് ഒരു സൃഷ്ടി നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം നമ്മളും ചിന്തിക്കണം, നമ്മളും ഭഗവാനെ നമ്മളുടെ സമീപത്ത് പിടിച്ചു വെക്കണം. അപ്പൊ അതിനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ വിട്ട് ഭഗവാൻ എങ്ങും പോകാത്ത രീതിയിൽ നമ്മൾ ഭഗവാനെ പിടിച്ചു വെക്കാനുള്ള പ്രവൃത്തികളിൽ, അതായത് നമ്മൾ ഭക്തിയുടെ സേവനത്തിലും തിരുനാമ ജപത്തിലും ഒക്കെ നമ്മൾ മുഴുകി കഴിഞ്ഞ് നമ്മളുടെ അവബോധത്തില് ഭഗവത് സ്മരണം നിലനിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ നമ്മളെ വിട്ട് പോവില്ല. അപ്പൊ അങ്ങനെ അവിടെ നദികളെയും സൃഷ്ടിച്ചു. 16 നദികളുണ്ട് നവദ്വീപില്. നദികളെയും സൃഷ്ടിച്ചു. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഭഗവാൻ രാധാറാണിയോട് പറഞ്ഞു, എനിക്കറിയാം നീ എന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, എന്നെ നിന്റെ സമീപത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് രാധയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിനക്ക് എത്രമാത്രം ഇഷ്ടമാണോ അതിലും ഇഷ്ടമാണ് ഈ പ്രദേശം. ഈ പ്രദേശം വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ഗോലോകം പോലും ഞാൻ ഉപേക്ഷിക്കും, പക്ഷേ ഈ ധാമം, ഈ സ്ഥലം വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ഈ സ്ഥലത്തിന്റെ പേര് നദികളാൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട്, അത് തന്നെ ഇവിടെ നദികൾ ഉള്ളത് കൊണ്ട് ഇത് പല ദ്വീപുകളായിട്ട് മാറി. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഞാൻ നവദ്വീപ് എന്ന് പേരിടുകയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അത് തന്നെയുമല്ല, ഭഗവാൻ അവിടേക്ക് എല്ലാ തീർത്ഥങ്ങളെയും വിളിച്ചു വരുത്തി. അപ്പൊ ആരെങ്കിലും ഈ നവദ്വീപിനെ പരിക്രമ ചെയ്ത് കഴിഞ്ഞാല് എല്ലാ തീർത്ഥങ്ങളെയും വണങ്ങുന്നതിന് തുല്യമാണ് എന്ന് കൃഷ്ണൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയുമല്ല, നവദ്വീപിൽ ഇന്നുള്ള ശുദ്ധഭക്തർക്ക് ഇന്നും അനുഭവമുണ്ട്. അവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനം മുഴങ്ങി കേൾക്കാം എന്നവിടെ. അതുപോലെ തന്നെ ഓടക്കുഴൽ നാദം, ഭഗവാന്റെ ഓടക്കുഴൽ നാദവും മുഴങ്ങി കേൾക്കാമെന്ന് അവിടെയുള്ള ശുദ്ധഭക്തന്മാര് പറയുന്നുണ്ട്. അതുപോലെ കരതാളിന്റെ ശബ്ദം, ഇതെല്ലാം അവിടെ പലർക്കും അനുഭവവേദ്യം ആകുന്നുണ്ട്. അപ്പം ആ നവദ്വീപിൽ ആരാണോ അവിടെ താമസിച്ച ഭക്തി പരിശീലിക്കുന്നവർക്ക്, അവർക്ക് അങ്ങനെയുള്ളവർക്ക് രാധാകൃഷ്ണന്മാരുടെ നിത്യലീലയിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര പുണ്യവതികളാണ്, പുണ്യവാന്മാരാണ് അവിടെ മായാപൂരിൽ വസിക്കുന്നവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നവദ്വീപിന്റെ ആകൃതി എന്ന് പറയുന്നത് താമരപ്പൂവിന്റെ 8 ഇതിലുള്ള താമരപ്പൂവാണ്. അതിന്റെ നടുവിലെ കർണികാരമാണ് നവദ്വീപ്, അതായത് അന്തർദ്വീപ് എന്ന് പറയുന്നത്. അവിടെ 9 ദ്വീപുകളുണ്ട്. 9 ദ്വീപിനും ഓരോ മഹത്വങ്ങളും ഉണ്ട്. ഓരോ ദ്വീപിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് സമയം പോലെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ നമുക്ക് അന്തർദ്വീപിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. ഭക്തി വിനോദ ഠാക്കുർ നവദ്വീപ് ഭാവതരംഗയിൽ പറയുന്നുണ്ട്, നവദ്വീപ് എന്ന് പറഞ്ഞ എല്ലാ ധാമങ്ങളുടെയും ക്രസ്റ്റ് ജുവലായിട്ടാണ് ഭക്തി വിനോദ ഠാക്കുർ പറയുന്നത്. അതുപോലെ തന്നെ സന്ധനി ശക്തിയുടെ വിളനിലമാണ് ഈ നവദ്വീപ് എന്ന് പറയുന്നത്.
ഇത് 16 ക്രോശമാണ് ഇതിന്റെ ചുറ്റളവെന്ന് പറയുന്നത്. സത്യചിത്ത ആനന്ദ പൊട്ടൻസിയാണ് അവിടെ നവദ്വീപില് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ എല്ലാ ദേവീദേവന്മാരും മഹാത്മാക്കളും ഒക്കെ മഹാമുനികളും എല്ലാം അവിടെ ഇപ്പോഴും വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രങ്ങള് മൂർത്തി രൂപം കൊണ്ട് നവദ്വീപ് ധാമില് വസിക്കുന്നുണ്ട്. വൃന്ദാവനവും നവദ്വീപും തമ്മില് ഒരിക്കലും വേർതിരിച്ച് കാണരുത് എന്ന് പറയും. പക്ഷെ നമുക്കുള്ള വൃന്ദാവനത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. പക്ഷെ അതിലും വളരെ ശക്തമായിട്ടുള്ള പോസിറ്റീവ് എനർജിയാണ്, ഒരു വൈബ്രേഷനാണ് നമുക്ക് മായാപൂരിൽ എത്തിയാൽ നമുക്ക് അനുഭവപ്പെടുക. നമുക്ക് ആധ്യാത്മിക ലോകവും നമ്മുടെ ഈ ഭൗതിക ലോകവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് അനുഭവിച്ച് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത്രയ്ക്കാണ് നവദ്വീപിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ധാമങ്ങളൊക്കെ തന്നെ, അത് ഏത് ധാമമായാലും അതെല്ലാം സ്പിരിച്വൽ ആണ്. ഭഗവാന്റെ ഇൻകൺസീവബിൾ പൊട്ടൻസിയായ അചിന്ത്യ ശക്തി അവിടെ ആണ്, ഇൻഫിനിറ്റ് ആണ്, സ്പിരിച്വൽ ആണ്. അചിന്ത്യ ശക്തി എന്ന് പറയുന്നത് അനന്തമാണ് ഭഗവാന്റെ. ആ ശക്തിയാണ് ആ ധാമത്തില് പ്രകടമായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ധാമവാസികൾക്ക് ഭഗവത് സാക്ഷാത്കാരം കിട്ടാൻ അവർക്ക് വേറൊന്നും വേണ്ട. അവരെത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് മായാപൂരിലും നവദ്വീപിലും വന്നവരെല്ലാം ജനിച്ചിരിക്കുന്നത് തന്നെ. ഭഗവാന്റെ അങ്ങേയറ്റം കൃപയുള്ളവരാണ് അവിടെയുള്ള ഓരോ വ്യക്തിത്വങ്ങളും. നമുക്ക് അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടോ നമ്മൾ കർമ്മഫലം, അതായത് ഫലോദിഷ്ട കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ യോഗ ചെയ്തത് കൊണ്ടോ ഒന്നും നമുക്ക് ഈ ഫലം നമുക്ക് കിട്ടില്ല. അത് ഭക്തിയുടെ സേവനം, ശ്രദ്ധ, ഉറച്ച വിശ്വാസവും ഭക്തിയുടെ സേവനവും കൊണ്ട് മാത്രമേ, അതും നമ്മൾ നിഷ്ഠയോടെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടണം. നമ്മളുടെ സാധന നിഷ്ഠയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ധാമങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിവിടെ പറയുന്നുണ്ട്. ഇത് നിത്യാനന്ദ പ്രഭു ജീവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ നവദ്വീപ് മണ്ഡല പരിക്രമ എന്നുള്ള ബുക്കിന്റെ തുടക്കം എന്ന് പറയുന്നത്. അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഓരോ സ്ഥലങ്ങളിലും നിത്യാനന്ദ പ്രഭു ജീവ ഗോസ്വാമിയെ കൊണ്ട് പോയിട്ട് അതാത് സ്ഥലങ്ങളുടെ മഹാത്മ്യം ഇതില് വർണ്ണിച്ച് കൊടുക്കുന്നുണ്ട്. നവദ്വീപ് മണ്ഡല പരിക്രമം മായാപൂരിലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ വൃന്ദാവനത്തിൽ ഉള്ളതുപോലെ 12 വനങ്ങളും നവദ്വീപിലുണ്ട്. അതുപോലെ തന്നെ രാധാകുണ്ട്, ശ്യാംകുണ്ട്, ഗോവർദ്ധനം, ഇതെല്ലാം തന്നെ നവദ്വീപിലുണ്ട്. ഈ 9 ദ്വീപിലും ഓരോ രാത്രി കഴിച്ചു കൂട്ടണമെന്നാണ് പറയുന്നത്. നവദ്വീപ് ധാം സ്ഥിതി ചെയ്യുന്നത് ഗൗരമണ്ഡല ഭൂമിയുടെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സഹസ്രദള പത്മം 100 ഇതളുള്ള ഒരു താമരപ്പൂവാണ്. അതിന്റെ ചുറ്റളവെന്ന് പറയുന്നത് 270 കിലോമീറ്റർ ആണ്. ഇതിന്റെ ആ മധ്യഭാഗത്തു കൂടിയാണ് ഗംഗാനദി ഒഴുകുന്നത്. ഗൗരംഗ മഹാപ്രഭു അദ്ദേഹത്തിന്റെ നിത്യപാർശ്വത ഇവിടെ അനേകം ലീലകൾ, കൃഷ്ണൻ വൃന്ദാവനത്തിൽ എങ്ങനെയൊക്കെ ലീലകൾ നടത്തിയിട്ടുണ്ടോ അതേ ലീലകൾ ശ്രീ ചൈതന്യ മഹാപ്രഭു നവദ്വീപിലും നടത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തില് വളരെയധികം രസങ്ങളും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഭാവാസും വളരെ അനന്തമായിട്ടുള്ള ഭാവങ്ങളും ഇവിടെ ലീലകൾ നടത്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 ഭാവങ്ങളാണ് ഐശ്വര്യഭാവം, മാധുര്യഭാവം, ഔദാര്യഭാവം. ഐശ്വര്യഭാവം എന്ന് പറയുന്നത് വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിന്റെ അല്ലെ, നാരായണനാണ് ഐശ്വര്യഭാവത്തിൽ ഇരിക്കുന്നത്. ഗോലോക വൃന്ദാവനത്തിലാണ് മാധുര്യഭാവം. നവദ്വീപിലാണെങ്കിലോ ഔദാര്യഭാവം ആണ് ശ്രീ ഗൗരംഗ മഹാപ്രഭുവിൻ്റെത്.
അതായത് മേഴ്സി, ഗൗരംഗ മഹാപ്രഭുവിന്റെ കാരുണ്യം ഇങ്ങനെ ഒഴുകുകയാണ് നവദ്വീപില്. അവിടെ 16 നദികളുണ്ട്. ആ നദികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നദികളുടെ പേര് നിങ്ങൾക്കറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ 9 ദ്വീപുകൾ. ഈ നവദ്വീപുകളും നവവിധ ഭക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അന്തർദ്വീപാണെങ്കിൽ ആത്മനിവേദനം, ഭഗവാനെ പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്യുക. സീമന്ത ദ്വീപാണെങ്കിൽ ശ്രവണം, ഹിയറിംഗിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഗോദ്രുമ ദ്വീപാണെങ്കിൽ കീർത്തനം, അതായത് ചാൻഡിങ്. മധ്യദ്വീപാണെങ്കിൽ സ്മരണം, ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ടേയിരിക്കുക, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കോലദ്വീപാണെങ്കിൽ പാദസേവനം, ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിക്കുക. ഋതുദ്വീപാണെങ്കിൽ അർച്ചനം, അതായത് ഭഗവത് ആരാധന. ജാനുദ്വീപ് വന്ദനം, അതായത് പ്രാർത്ഥന. മോദദ്രുമദ്വീപ് ദാസ്യം, ഭഗവാന്റെ നിത്യദാസരാവുക. രുദ്രദ്വീപ് സാഖ്യം, അതായത് ഭഗവാന്റെ സഖാക്കള്. ഇങ്ങനെ 9 ദ്വീപും 9 ഭക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അന്തർദ്വീപ് എന്ന് പറയുന്നത് ആ 8 ദളങ്ങളുള്ള താമരയുടെ കർണികാരം മധ്യഭാഗത്താണ് അന്തർദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അന്തർദ്വീപിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ആണ്. അതായത് ഗംഗ യമുന നദികൾ സന്ധിക്കുന്ന സ്ഥലമാണ് അന്തർദ്വീപ്. അന്തർദ്വീപിലാണ് മായാപൂര് സ്ഥിതി ചെയ്യുന്നത്. മായാപൂരിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 മൈലാണ്, 5 കിലോമീറ്റർ ആണ്. മായാപൂരിന്റെ കേന്ദ്രത്തിലെ സെന്ററിലാണ് യോഗപീഠം സ്ഥിതി ചെയ്യുന്നത്, അതായത് മഹാപ്രഭുവിന്റെ അവതാര സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മധുര, അയോധ്യ, ഹരിദ്വാര, കാശി, കാഞ്ചി, അവന്തി, ദ്വാരക ഇതെല്ലാം തന്നെ നമുക്ക് നവദ്വീപിലെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 12 വനങ്ങൾ, വൃന്ദാവനത്തിലെ 12 വനങ്ങളും എവിടെയുണ്ട്? നവദ്വീപില് ഉണ്ട്. അതുപോലെ തന്നെ നവദ്വീപില് പണ്ട് മുതൽക്ക് തന്നെ മുൻ യുഗങ്ങളിൽ തന്നെ അവിടെ പലതരത്തിലുള്ള അവതാരങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രകടമാക്കുന്ന പല കഥകളും ഇതിലുണ്ട്. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും തന്നെ നവദ്വീപില് വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 4 വ്യത്യസ്ത യുഗങ്ങളിലായിട്ട് ഭഗവാൻ അവിടെ 4 വ്യത്യസ്ത രൂപത്തില് നവദ്വീപില് പ്രകടമായിട്ടുണ്ട്. സത്യയുഗത്തില് നരസിംഹദേവനായിട്ട് ദ്രുമദ്വീപിലാണ് പ്രകടമായത്. ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രന്റെ രൂപത്തിലെ മോദദ്രുമദ്വീപില് പ്രകടമായി. ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണൻ സമുദ്രഗാര, കോലദ്വീപിലെ സമുദ്രഗാര എന്ന് പറയുന്ന സ്ഥലത്ത് പ്രകടമായി. കലിയുഗത്തിലെ ശ്രീ ഗൗരംഗ മഹാപ്രഭു നവദ്വീപ് ധാമില് പ്രകടമായി. അതുപോലെ തന്നെ വരാഹദേവനും കോലദ്വീപില് പ്രകടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മ, രുദ്രൻ, ഇന്ദ്രൻ, പാർവതി ഇവരെല്ലാം തന്നെ നവദ്വീപില് തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട് ഗൗരംഗ മഹാപ്രഭുവിന്റെ അനുഗ്രഹത്തിനായിട്ട്. അതുപോലെ തന്നെ വലിയ വലിയ ഋഷിമാര്, മുനിമാര്, സനകാദി മുനികള്, നമ്മുടെ ഷഡ്ഗോസ്വാമിമാര്, ജാനുമുനി ഇവരെല്ലാം തന്നെ നവദ്വീപ് ധാമില് പലതരത്തിലുള്ള തപശ്ചര്യകളില് ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ 4 സമ്പ്രദായങ്ങളിലെ ആചാര്യന്മാര് ഇവരെല്ലാം തന്നെ നവദ്വീപ് ധാമില് സന്ദർശിച്ചിട്ടുണ്ട്. മഹാപ്രഭുവിനാൽ ഇവരെല്ലാം തന്നെ അനുഗ്രഹീതരായിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ആചാര്യനായ ശ്രീല പ്രഭുപാദരും നവദ്വീപിനെ ആരാധിച്ചിരുന്നു. ഇവിടെ 16 നദികളുണ്ട്. കിഴക്ക് ഭാഗത്ത്, ഗംഗാ നദിയുടെ കിഴക്ക് ഭാഗത്ത് 4 ദ്വീപുകളാണ്. പടിഞ്ഞാറ് ഭാഗത്ത് 5 ദ്വീപുകളാണ്. അവിടെ വസിക്കുന്ന ശുദ്ധ ഭക്തർക്ക്, പരിശുദ്ധരായിട്ടുള്ള ഭക്തന്മാരവിടെ ചെന്ന് കഴിഞ്ഞാല് ഇന്നും അവിടെ മഹാപ്രഭുവും പാർഷദരും നിത്യലീല നടത്തുന്നുണ്ട്. അതെല്ലാം അവർക്ക് നേരിൽ കാണാനും അതുപോലെ തന്നെ ഈ നവദ്വീപ് ധാമിനെ തന്നെ ആ ഒറിജിനൽ രൂപത്തില് അവർക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഉള്ള ശുദ്ധമാവണം. ശുദ്ധമായെങ്കിൽ മാത്രമേ നമുക്കത് കാണാന് സാധിക്കുകയുള്ളൂ. അവിടുത്തെ ദ്വീപുകളും നദികളും എല്ലാം തന്നെ യഥാർത്ഥ രൂപത്തില് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഡിവോഷൻ അത്രയ്ക്ക് ശക്തമാവണം, എങ്കിലേ നമുക്കത് നമ്മളുടെ മുൻപിൽ അത് യഥാർത്ഥ രൂപത്തില് പ്രകടമാവുകയുള്ളൂ.
അതായത് ഗോലോകത്തിലെ മഹാവനം എന്ന് പറയുന്നതാണ് നവദ്വീപിലെ മായാപൂര്. അതായത് വൃന്ദാവനത്തിലെ ഗോകുലം എന്ന് പറയുന്നത് മഹാവനമാണ്. അതുപോലെ തന്നെ നവദ്വീപിലെ മഹാവനമാണ് മായാപൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്വേതദ്വീപ്, വൈകുണ്ഠം, ഗോലോകം, വൃന്ദാവനം ഇതെല്ലാം തന്നെ എപ്പോഴും നവദ്വീപില് വസിക്കുന്നുണ്ട്. ഗൗരംഗ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം 7 പട്ടണങ്ങൾ നമ്മൾ മുമ്പ് പേര് പറഞ്ഞു. അയോധ്യ, മധുര, മായ, അതായത് മായ പറഞ്ഞാല് ഹരിദ്വാർ, കാശി, കാഞ്ചി, അവന്തി പറഞ്ഞാല് ഉജ്ജയിനാണ്. ഉജ്ജയിൻ, ദ്വാരക ഇതെല്ലാം തന്നെ ഇപ്പോഴും നവദ്വീപിലുണ്ട്. അതുപോലെ തന്നെ ഗംഗാദ്വാര എന്ന് പറയുന്നത് മായ, അതിന്റെ യഥാർത്ഥ പേരാണ് മായാപൂർ എന്ന് പറയുന്നത്. ഇതിന്റെ മഹത്വത്തെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഒരു തവണയെങ്കിലും മായാപൂര് സന്ദർശിച്ചു കഴിഞ്ഞാൽ മായയുടെ പിടിയിൽ നിന്ന് മുക്തരാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മായാപൂരിലുടനീളം നമ്മൾ നടക്കുകയാണെങ്കിൽ മായയുടെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്താകാം. ഈ ജനന മരണമാകുന്ന പ്രക്രിയയ്ക്ക് അവസാനമിടാനും നമുക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ മായാപൂരിൽ നമ്മൾ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലം എന്ന് പറയുന്നത് മായാപൂരിൽ അടുത്തായിട്ടുള്ളത് യോഗപീഠാണ്, മഹാപ്രഭുവിന്റെ ജന്മസ്ഥലം, ശ്രീവാസാങ്കൺ, അദ്വൈത ഭവൻ, ഗദാധരാങ്കൺ, ശ്രീ ചൈതന്യമഠ, ഭരദ്വാജത്തില, മുരാരി ഗുപ്ത ശ്രീപദ, ശ്രീധരാങ്കൺ, പിന്നെ നന്ദനാചാര്യരുടെ ഭവനം. ഇതെല്ലാം നമുക്ക് നടന്നുപോയി നമുക്ക് ദർശനം എടുക്കാവുന്നതാണ്. ഭക്തിവിനോദ ഠാക്കുറ അന്തർദ്വീപിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് 8 ഐലൻഡുകളുടെ മധ്യത്തിൽ, അതായത് 8 ഐലൻഡ് എന്ന് പറയുന്നത് 8 ഇതിലുള്ള താമരപ്പൂവിന്റെ ഷേപ്പിലാണ്. അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദ്വീപാണ് അന്തർദ്വീപ് എന്ന് പറയുന്നത്. അത് വളരെയധികം മനോഹരമാണ്. ആ അന്തർദ്വീപിന്റെ മധ്യത്തിലാണ് യോഗപീഠം. അവിടെ ബ്രഹ്മപുര എന്ന് പറയുന്ന ഒരു അതീന്ദ്രിയ സ്ഥലമുണ്ട്. അത് In that realm, Mayapur shines before one's eyes freed from illusion. അതുകൊണ്ടാണ് ആ ബ്രഹ്മപുര എന്ന് പറയുന്ന അതിലാണ് മായാപൂര് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥ മായാപൂരിനെ, ഇപ്പൊ നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്. നമ്മളൊക്കെ മായാപൂര് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മായാപൂരിന്റെ മഹത്വം നമുക്ക് നേരിട്ട് ബോധ്യമാവില്ല. കാരണം എന്താണ്? അതിന്റെ യഥാർത്ഥ രൂപം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ഈ പരിശുദ്ധമായ കണ്ണുകൾ, അതായത് ഭൗതികതയ്ക്കപ്പുറം കടന്ന ആധ്യാത്മിക തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ മായാപൂര് അതിന്റെ യഥാർത്ഥ രൂപത്തില് പ്രകടമാവുകയുള്ളൂ. അവിടെയാണ് ശശിപുത്രനായിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിടെ എറ്റേണൽ പാസ്റ്റൈംസ് ആചരിച്ചതെല്ലാം തന്നെ. അതുപോലെ വൃന്ദാവനത്തിൽ എപ്രകാരമാണ് ഗോപന്മാരും ഗോപികമാരും വസിച്ചിരുന്നത്, അതേപോലെയാണ് നവദ്വീപ് ധാമത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണ കുടുംബങ്ങളും വസിക്കുന്നത്. അവിടെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പിതാവായ ജഗന്നാഥ മിശ്രയുടെ ഭവനവും. ഇനി ആ നവദ്വീപിന് എങ്ങനെയാണ് അന്തർദ്വീപ് എന്ന പേര് കിട്ടിയതെന്ന് നോക്കാം. അന്തർദ്വീപിന്റെ മുൻ പേര് അറ്റോപൂർ എന്നായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് ബ്രഹ്മാവ് അവിടെ വന്ന് തപസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബ്രഹ്മവിമോഹന ലീല കഥ നമുക്കറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അന്തർദ്വീപിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. 500 വർഷങ്ങൾക്ക് മുൻപ് ഈശാന്യ ഠാക്കൂർ, ശ്രീനിവാസ ആചാര്യര്, നരോത്തമദാസ് ഠാക്കൂർ, രാമചന്ദ്ര കവിരാജ് ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് ഈശാന്യ ഠാക്കൂർ നവദ്വീപ് പരിക്രമത്തിനായിട്ട് വന്നു. അപ്പൊ അതിരാവിലെ ഈശാന്യ ഠാക്കൂർ ഇവരെയും കൊണ്ട് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അന്തർദ്വീപിന് എങ്ങനെയാണ് ആ പേര് കിട്ടിയതെന്ന്. ഇത് മുഴുവൻ വായിച്ചു പോയാൽ ഇത് തീരില്ല, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ചുരുക്കി പറയാം. നമുക്കറിയാം ബ്രഹ്മവിമോഹന ലീലയില് ബ്രഹ്മാവ് ഭഗവാന്റെ ഈ ലീലകൾ തന്റെ കൂട്ടുകാരായ ഗോപന്മാരുമൊത്ത് ലീലകൾ ആടുകയും വനത്തിൽ പോയി അവരുമായിട്ട് കളിക്കുകയും അവരുടെ വായിൽ നിന്ന് അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും അവരുടെ തോളത്ത് കൈയിട്ട് നടക്കുകയും അവരുമായിട്ട് ഗുസ്തി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ബ്രഹ്മാവിന് സംശയം, ഇത് തന്നെയാണോ ഭഗവാന്? ഈ കുട്ടി ഇത് സാധാരണ കുട്ടിയല്ലേ? ഭഗവാനാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ലീലകൾ നടത്തുക?
അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ച് എനിക്ക് അറിയണം എന്ന് കരുതി ആ പശുക്കളെയും, ഭഗവാന്റെ പശുക്കളെയും പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഒക്കെ മറച്ചു വെക്കുക ചെയ്യുന്നത്. അപ്പം ആ ലീലകൾ നടന്നതിന് ശേഷം ബ്രഹ്മാവിന് കുറ്റബോധമുണ്ടായി. ഭഗവാന് ഞാനൊരു സാധാരണ കുട്ടിയല്ല എന്ന് ഭഗവാൻ ബ്രഹ്മാവിന്റെ മുൻപിൽ തെളിയിച്ചു. ആ പശുക്കളെയൊക്കെ അതേപടി ഭഗവാൻ തന്നെ സ്വയം പശുക്കളായിട്ടും പശുക്കുട്ടികളായിട്ടും ഗോപന്മാരുമായിട്ടും ഒക്കെ വിസ്തരണം ചെയ്തു. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് ബോധ്യമായി ഇത് ഒരു സാധാരണ ബാലകനല്ല, ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, എനിക്ക് തെറ്റുപറ്റി എന്ന് കുറ്റബോധത്താൽ ഭഗവാനോട് വന്ന് മാപ്പ് പറയും. മാപ്പ് പറയുന്നത് കൊണ്ടൊന്നും ബ്രഹ്മാവിന്റെ കുറ്റബോധം തീരുന്നില്ല. അപ്പം ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, എനിക്ക് മാപ്പ് തരണമെങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാൻ മാപ്പ് തന്നാലൊന്നും എനിക്ക് തൃപ്തി വരില്ല. എനിക്ക് തൃപ്തി തരണമെങ്കിൽ ആരെന്നെ അനുഗ്രഹിക്കണം? ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നെ അനുഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് പരിപൂർണ സംതൃപ്തി കിട്ടുള്ളൂ. എനിക്കറിയാം കലിയുഗത്തിന്റെ ആദ്യത്തില് മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അപ്പം നവദ്വീപില്, അപ്പൊ ഞാൻ ഓൾറെഡി അവിടെ ചെന്ന് നവദ്വീപിൽ ചെന്ന് തപസ് ചെയ്ത് ആണെങ്കിൽ എനിക്ക് മഹാപ്രഭു എന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു. അപ്പം ബ്രഹ്മാവ് ഈ അറ്റോപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാണ് ബ്രഹ്മാവ് തപസ്സിൽ ഏർപ്പെട്ടത്. അവിടെ അനേക കാലം അവിടെ ഭജന ചെയ്തും ഭഗവാനെ പ്രകീർത്തിച്ചും ഒക്കെ അവിടെ കഴിച്ചുകൂട്ടി. ബ്രഹ്മാവ് അതിന് ആ 4 തലയുള്ള നാൻമുഖനായിട്ടുള്ള ബ്രഹ്മാവിന്റെ മുൻപില് ഗൗരംഗ മഹാപ്രഭു പ്രകടമായി. അതേ രൂപത്തില്, ഏത് രൂപത്തിലാണ് ഭഗവാൻ നവദ്വീപിലെ മഹാപ്രഭു അവതരിച്ച് അതേ രൂപത്തില് ബ്രഹ്മാവിന്റെ മുന്നില് പ്രത്യക്ഷമായി, അതേ തേജസ്സോടെ തന്നെ. ഇതില് ആ രൂപത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. നമുക്കറിയാം മഹാപ്രഭുവിന്റെ രൂപം നമുക്കറിയാവുന്നതാണ്, അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് ബ്രഹ്മാവിനോട് പറയുകയാണ്, എനിക്ക് വളരെയധികം സന്തോഷമായി, അങ്ങയുടെ പ്രാർത്ഥനയെ വളരെയധികം സന്തോഷപ്പെടുത്തി. അങ്ങനെ ബ്രഹ്മാവിന് ആ ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് മഹാപ്രഭു. അപ്പൊ ബ്രഹ്മാവ് മഹാപ്രഭുവിനോട് പറയുന്നുണ്ട്, എന്റെ അഹങ്കാരം, ഞാൻ എന്റെ പദവിയിൽ ഞാൻ അങ്ങേയറ്റം ഗർവിഷ്ഠനായിരുന്നു. അങ്ങനെയാണ് അതുകൊണ്ട് ആ ഭഗവാന്റെ യഥാർത്ഥ രൂപം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് ഞാൻ തെറ്റു ചെയ്തു. ഇപ്പോൾ ഞാൻ അതില് ദുഃഖിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ഞാനും ഇന്ദ്രനും മഹാദേവനും അതുപോലെ മറ്റെല്ലാ ദേവന്മാരും അവിടുത്തെ സേവകരാണ് എന്ന്. പക്ഷെ അവിടുത്തെ ഭക്തനിടത്രയും ഭാഗ്യമുള്ളവരല്ല ഞങ്ങളാരും എന്ന് ബ്രഹ്മാവ് മഹാപ്രഭുവിനോട് പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങള് ഇല്യൂസറി എനർജി, മായയുടെ ശക്തിയാൽ ഞങ്ങളും ആ മായയുടെ നിയന്ത്രണത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ആയുഷ്കാലത്തിന്റെ പകുതി ഞാൻ മായയിൽ മുഴുകി കഴിച്ചുകൂട്ടി. ഇനിയും പകുതി മാത്രമേ എനിക്ക് ആയുസ്സുള്ളൂ. അത് ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടണമെന്ന് എനിക്ക് പറഞ്ഞു തരണം. അതുകൊണ്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ അങ്ങയുടെ അസോസിയേഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് കലിയുഗത്തില് ഈ നവദ്വീപില് നാദിയായിൽ അവതരിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ എൻ്റെ ആ ഗർവെല്ലാം അങ്ങ് നീക്കി തരണം. എനിക്ക് എപ്പോഴും അങ്ങയെ സ്തുതിക്കണം. അങ്ങയുടെ അസോസിയേഷൻ എനിക്ക് എപ്പോഴും കിട്ടണം. അതുകൊണ്ട് അങ്ങ് ആ സമയത്ത്, അങ്ങ് അവതരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു നീച കുടുംബത്തിൽ ജനിക്കാൻ എനിക്ക് അനുവാദം തരണം. എന്നെ അങ്ങ് ശിക്ഷിക്കണം. എല്ലാവരും എന്നെ വെറുക്കണം. ആ രീതിയിൽ എന്നെ അങ്ങ് ശിക്ഷിക്കണം. എൻ്റെ ആ അപകടം പിടിച്ച മാനസികാവസ്ഥ, ഇത് ബ്രഹ്മാവിന് മാത്രമല്ല നമ്മൾക്കും ഉണ്ട് ഇതെല്ലാം. അപ്പൊ നമ്മൾ ഈ രീതിയിൽ വേണം മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കാൻ. ആ പൈശാചികമായിട്ടുള്ള മെന്റാലിറ്റി എൻ്റെ ഉള്ളിൽ നിന്ന് നീക്കി തരണം. അങ്ങനെ എനിക്ക് അങ്ങയോടും അവിടുത്തോടും എനിക്ക് ആ തിരുനാമത്തിനോടും എനിക്ക് എന്തെന്നില്ലാത്തൊരടുപ്പം ഉണ്ടാവണം. പക്ഷെ ഒരു കാര്യം വേണം, അങ്ങ് ആ കൃഷ്ണനായിട്ട് വൃന്ദാവനത്തിൽ അവതരിച്ച സമയത്ത് എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. അതുകൊണ്ടാണ് എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയത്. പക്ഷെ അതുകൊണ്ട് ഈ തവണ എനിക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ അങ്ങ് കുഴപ്പിക്കരുത്, ആശയക്കുഴപ്പത്തിൽ പെടുത്തരുത് എന്ന് ആദ്യമേ തന്നെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിരന്തരം അങ്ങയുടെ അസോസിയേഷൻ കിട്ടണം. അങ്ങയുടെ പാർഷദരുടെയും അസോസിയേഷൻ എനിക്ക് കിട്ടണം. അപ്പൊ ഈ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗരംഗ മഹാപ്രഭുവിന് വളരെയധികം സന്തോഷമായി.
അപ്പൊ പറഞ്ഞ അങ്ങയുടെ ആഗ്രഹം ഇതെല്ലാം പൂർത്തീകരിക്കട്ടെ. ഞാന് ഈ നവദ്വീപിൽ അവതരിക്കുന്ന സമയത്ത് അങ്ങും ഹരിദാസൻ എന്ന പേരിൽ അങ്ങും അവിടെ അവതരിക്കും. അവിടുത്തെ സാധനയുടെ ശക്തി കൊണ്ട് ആ നവദ്വീപ് ധാമില് ആ അങ്ങയ്ക്ക് അവസാനം കഴിച്ചു കൂട്ടാന് സാധിക്കും. അപ്പൊ ഇത് കേട്ടിട്ട് ബ്രഹ്മാവിന് വളരെയധികം സന്തോഷമാകുകയാണ് ചെയ്തത്. ബ്രഹ്മാവ് വീണ്ടും വീണ്ടും മഹാപ്രഭുവിനെ പ്രണമിച്ചുകൊണ്ട് മഹാപ്രഭുവിനെ സ്തുതിക്കുകയാണ് ചെയ്തത്. അപ്പം മഹാപ്രഭു ബ്രഹ്മാവിനോട് പറയുന്നുണ്ട്, പ്ലീസ് ലിസൺ, ഐ വിൽ ടെൽ യു സംതിങ് ഫ്രം ദ ഇന്നർ കോർ ഓഫ് മൈ ഹാർട്ട്, ബട്ട് ഡു നോട്ട് ഡിസ്ക്രൈബ് ദിസ് ഫാക്ട് എനിവെയർ ഇൻ ദ സ്ക്രിപ്ചേഴ്സ്. I will manifest myself except in the mood of my devotee and relish the mellows of devotion. മഹാപ്രഭു ബ്രഹ്മാവിനോട് പറയുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ഇത് പുറത്തേക്ക് വിടാനേ പാടില്ല, ഇത് രഹസ്യമാക്കി വെക്കണം. ഞാൻ എൻ്റെ ഭക്തന്റെ ഭാവത്തിലാണ് ഞാൻ അവതരിക്കുക. ആ ഒരു ഭക്തന്റെ മൂഡ് എന്തായിരിക്കണമെന്ന് എനിക്ക് സ്വയം റിലിഷ് ചെയ്യണം, എനിക്ക് എൻജോയ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാന് നിഗൂഢമായിട്ട്, അതായത് ചന്ന അവതാരമാണ് മഹാപ്രഭുവിൻ്റെത്, രഹസ്യമായിട്ടുള്ള അവതാരമാണ്, ഗുപ്ത അവതാരമാണ്. അപ്പൊ ഞാന് ഗുപ്താവതാരമായിട്ട് സങ്കീർത്തനം പ്രചരിപ്പിക്കാനായിട്ട് ഞാന് വ്രജപ്രേമം എന്താണെന്ന്, ഗോപികമാരുടെ പ്രേമം എന്താണെന്ന് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കും. എല്ലാവരും ആ പ്രേമം എന്താണെന്ന് എല്ലാവരും അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവതരിക്കുന്നത്. അതായത് വ്രജഭാവത്തിലാണ് ഞാൻ അവതരിക്കുന്നത്. മാധുര്യരസത്തില് വ്രജഭാവത്തിലാണ് ഞാൻ അവതരിക്കുന്നത്. ആ രാധാപ്രേമമായിരിക്കും എൻ്റെ ഉള്ളില് നിറഞ്ഞിരിക്കുക. And I will descend accepting the mood and the bodily color of ശ്രീമതി രാധാറാണി. രാധാറാണിയുടെ ആ ഭാവത്തില്, രാധാറാണിയുടെ നിറത്തിൽ, അതാണ് ഗൗരവർണം, സ്വർണവർണ്ണമാണ് രാധാറാണിക്ക്. അതേ വർണ്ണത്തോടെയാണ്, അതുകൊണ്ടാണ് ഗൗരാംഗൻ എന്ന് മഹാപ്രഭുവിനെ വിളിക്കുന്നത്. ആ ഗൗരവർണ്ണത്തോടെയാണ് മഹാപ്രഭു അവതരിക്കുന്നത്. I will relish the same pleasure which is relished by ശ്രീമതി രാധിക in serving me. രാധാറാണിക്ക് എന്നെ സേവിക്കുന്നത് കൊണ്ട് രാധാറാണിക്ക് എത്രമാത്രം ആനന്ദമാണോ അനുഭവിക്കാൻ സാധിക്കുന്നത്, അതേ ആനന്ദം എനിക്ക് അനുഭവിക്കണം. ആ ഭാവത്തോടെയാണ് അതുകൊണ്ട് ഞാൻ ഈ നവദ്വീപില് അവതരിക്കുന്നത്. ഫ്രം ടുഡേ യു ആർ accepted as my disciple and you will serve me as ഹരിദാസ. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിന്നെ എൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് നീ ഇന്ന് മുതൽ ഹരിദാസൻ എന്ന പേരിൽ അറിയപ്പെടും. ഇങ്ങനെ പറഞ്ഞിട്ട് മഹാപ്രഭു അപ്രത്യക്ഷനായി. അതുകൊണ്ടാണ് അന്തർധാനം ചെയ്തു. അതുകൊണ്ടാണ് ആ ദ്വീപിന് അന്തർദ്വീപ് എന്ന പേര് വന്നത്. അതുകൊണ്ട് ജനങ്ങള് അന്തർദ്വീപ് എന്ന സ്ഥലത്തിന് പേരിട്ടു. അപ്പം മഹാപ്രഭു അപ്രത്യക്ഷമായി എന്ന് കണ്ട ബ്രഹ്മാവ് മൂർച്ഛിച്ചു വീണു. ഹാ ഗൗരംഗ, ഹാ ദീനബന്ധു, ഭക്തവത്സല എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവിടെ മൂർച്ഛിച്ചു വീഴുകയാണ് ചെയ്തത്. വെൻ വിൽ ഐ അറ്റൈൻ യുവർ ലോട്ടസ് ഫീറ്റ്? എപ്പോഴാണ് എനിക്ക് ഇനി അങ്ങയുടെ ത്രിപാദത്തെ അഭയം പ്രാപിക്കാൻ സാധിക്കുക? ഈ ദ്വീപിൽ വെച്ചിട്ടാണ് ആ അതീവ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെ ബ്രഹ്മാവിന് വെളിപ്പെടുത്തിയത്. അതായത് തൻ്റെ ഉള്ളിലെ, തൻ്റെ ആന്തര ഹൃദയത്തിലുള്ള കാര്യങ്ങളെല്ലാം ബ്രഹ്മാവിന് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് ഇത് അന്തർദ്വീപ് എന്ന പേരില് അറിയപ്പെടുന്നത്. ഹരേ കൃഷ്ണ. സമയം കഴിഞ്ഞു, സോറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എല്ലാരും വരിക. മാതാജിയോടും ആദരപൂർവ്വം നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം.